ഫ്രണ്ട്സ്, നമ്മുടെ കേരള ഫീഡ്സ് ലിമിറ്റഡിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 2 മുതൽ ഫെബ്രുവരി 16 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. ഇതിൻ്റെ പൊസിഷനും കൂടെ കാണാം. ഗ്രാജുവേറ്റ് ട്രെയിനി, ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിനാണ് പറയുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എനി ഗ്രാജുവേഷനാണ്, എനി ഡിസിപ്ലിനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏത് വിഷയത്തിൽ ബിരുദമുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 31/1/2024 കണക്കാക്കി നിങ്ങൾക്ക് 26 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. അപ്പോൾ ഈ 26 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈപ്പൻ്റായിട്ട് നമുക്ക് മന്ത്ലി കിട്ടുന്നത് ഫസ്റ്റ് ഇയറിൽ 15,000, പിന്നെ രണ്ടാമത്തെ വർഷം നമുക്ക് 15,500, അങ്ങനെ 16,000. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റൈപ്പൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു പെർമനൻറ്റ് വേക്കൻസി ഒന്നും തന്നെ നമുക്കൊരു എന്താണ് ഗ്രാജുവേറ്റ് ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു ട്രെയിനിങ് നമുക്ക് ലഭിക്കും, നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷനും വളരെ ചെറുതായിരിക്കും എന്നുള്ളതും അതിനനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കാരണം ഇത്തരം സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 375 രൂപ വേണം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഏജ് റിലാക്സേഷൻ്റെ ആയിരിക്കും. OBC ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും നിയമാനുസൃതമായിട്ടുള്ള. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഇമെയിൽ വഴി അല്ലെങ്കിൽ SMS വഴിയാണ് അവരെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് SMS, ഇമെയിലൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഇമെയിലൊക്കെ വർക്കിംഗ് ആയിരിക്കണം, ഫോൺ നമ്പറൊക്കെ. അപ്പോൾ അത് വഴിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ എക്സാം മീഡിയം എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വായിച്ച് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് 29/1/2024 അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പേജിലേക്ക് അയക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കളയാം. ഓക്കെ, കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലോഗിൻ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് രജിസ്റ്റർ ഹിയർ എന്ന് കാണാം. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നവർ രജിസ്റ്റർ ഹിയർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ഹിയർ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാണ്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതൊക്കെ വായിച്ച് നോക്കാം. നമ്മൾ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തൊക്കെ വായിച്ചു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ, മന്ത്, ഇയർ കൊടുക്കുക, രജിസ്റ്റർ കൊടുക്കുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറൊക്കെ കിട്ടും. അത് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ എന്തുണ്ട്, ഇൻസ്റ്റയുടെ ലിങ്ക് ഉണ്ടാകും. അതിൽ നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ തരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാൻ. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, മൊബൈലൊക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഈ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിലായിരിക്കും. താങ്ക് യു.